ആലുവ ചൊവ്വരയിൽ മുൻ പഞ്ചായത്ത് മെമ്പറെ വെട്ടിപ്പരിക്കേൽപ്പിച്ച സംഭവം ആസൂത്രിതമെന്ന പോലീസ്. ആക്രമണത്തിൽ നേരിട്ട് പങ്കെടുത്ത 3 പേരെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. സംശയത്തിന്റെ അടിസ്ഥാനത്തിൽ ഒരാളെ കൂടി പിടികൂടിയിട്ടുണ്ട്. പരിക്കേറ്റവർ ചികിത്സയിൽ തുടരുകയാണ്. മുൻവൈരാഗ്യമാണ് ആക്രമണത്തിന് പിന്നിലെന്ന് ആലുവ റൂറൽ SP വൈഭവ് സക്സേന പറഞ്ഞു. ആലുവ ചൊവ്വര ജംഗ്ഷനിൽ ഇന്നലെ രാത്രി 10:30 ഒരു സംഘം ആളുകൾ അക്രമം അഴിച്ചുവിട്ടത്. കാറിലും ബൈക്കിലുമായി എത്തിയ സംഘം ശ്രീമൂലം നഗരം മുൻ പഞ്ചായത്ത് മെമ്പർ സുലൈമാൻ അടക്കം 4 പേരെ ആക്രമിച്ചു. ചുറ്റിക കൊണ്ട് സുലൈമാന്റെ തലക്കടിച്ച സംഘം വെട്ടിപ്പരിക്കേൽപ്പിക്കുകയും നിലത്തിട്ട് ചവിട്ടുകയും ചെയ്തു. പരിക്കേറ്റവരിൽ ഒരാളുടെ കാറിന്റെ ഗ്ലാസും അക്രമി സംഘം തകർത്തു. CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് നടന്ന അന്വേഷണത്തിൽ 4 പേരെ പോലീസ് പിടികൂടി. കസ്റ്റഡിയിലുള്ള 3 പേർ കൃത്യത്തിൽ നേരിട്ട് പങ്കെടുത്തവരാണ്. സംശയത്തിന്റെ അടിസ്ഥാനത്തിൽ മറ്റൊരാളെ കൂടി പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. സ്വരാജ്, സനീർ, ഫൈസൽ ബാബു, കബീർ എന്നിവരാണ് കസ്റ്റഡിയിലുള്ളത്. ആക്രമണം ആസൂത്രിതമെന്നും മുൻവൈരാഗ്യമാണ് കാരണമെന്നും ആലുവ റൂറൽ SP വൈഭവ് സക്സേന പറഞ്ഞു. കഴിഞ്ഞ മാസം ഒരു സിമ്പിൾ ഹേർട്ട് കേസ് ഉണ്ടായിരുന്നു. ആ കേസിൽ ഇതിൽ ഒരു പേര് ഫൈസൽ ബാബു വിക്ടിം ആയിരുന്നു. സോ അതിൻ്റെ വൈരാഗ്യത്തിൻ്റെ ഭാഗമായിട്ട് ഈ ചെയ്തിട്ടുണ്ടോ അതാണോ നമുക്ക് ഇതുവരെ കിട്ടിയിട്ടുള്ള ഇൻഫർമേഷൻ. കുറച്ച് ഗൂഢാലോചന പോലെയാണോ അത് ഇതുവരെ നമ്മുടെ ഇൻവെസ്റ്റിഗേഷൻ അത് റിവീൽ ചെയ്തു. പക്ഷേ കൂടുതൽ ഡീറ്റെയിൽസ് ഇൻവെസ്റ്റിഗേഷൻ പൂർത്തിയായിട്ട് ശേഷം മാത്രം കൂടുതൽ അഭിപ്രായം പറയാൻ പറ്റും. പരിക്കേറ്റ സുലൈമാൻ അടക്കം ചികിത്സയിൽ തുടരുകയാണ്. നേരത്തെ അക്രമി സംഘവും പരിക്കേറ്റവരും തമ്മിൽ വാഹനം തട്ടിയതുമായി ബന്ധപ്പെട്ട് ഒരു തർക്കം നിലനിന്നിരുന്നു. ഇത് മുൻവൈരാഗ്യത്തിന് കാരണമായി എന്നാണ് പോലീസിന്റെ ഔദ്യോഗിക സ്ഥിരീകരണം. ജനം, കൊച്ചി.